ചൊവ്വാഴ്ച സംഭാജി നഗറിൽ, നാഗ്പൂരിലെ സംഭാജി നഗറിൽ ഔറംഗസേബിന്റെ കല്ലറയുമായി ബന്ധപ്പെട്ട് ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അത് പോലീസ് അടിച്ചമർത്താൻ ഒരുപാട് കഷ്ടപ്പെടുന്നതായി നമ്മൾ കണ്ടതാണ്. എന്നാൽ സമാനമായ ഒരു സംഭവം ഇപ്പോൾ മധ്യപ്രദേശിലും നടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു മുസ്ലിം ജനക്കൂട്ട ആക്രമണമാണ് മധ്യപ്രദേശിൽ നടന്നിരിക്കുന്നത്. മധ്യപ്രദേശിലെ ബുർഹാൻപൂരിലാണ് സമാനമായ ഒരു സംഭവം നടന്നത്. ഇസ്ലാമിനെ അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയതായി ആരോപിച്ച് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിനെതിരെയാണ് നിരവധി മുസ്ലിങ്ങൾ തെരുവിലിറങ്ങിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കമന്റ് പോസ്റ്റ് ചെയ്ത ഉപയോക്താവിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധക്കാർ പോലീസ് സ്റ്റേഷൻ ഖരാവോ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ ഉണ്ടായത്. എന്നിരുന്നാലും സ്ഥിതിഗതികൾ നിയന്ത്രിക്കാനും പ്രതിഷേധക്കാരെ പിരിച്ചുവിടാനും തങ്ങൾക്ക് സാധിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും അതുവഴി നാഗ്പൂരിലേതുപോലെയുള്ള ആക്രമണം തടയാനായി എന്ന് പോലീസ് പറയുന്നുണ്ട്. മതനിന്ദ പോസ്റ്റ് ചെയ്ത വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അയാൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അവിടെ ഇവർ നടത്തിയ ഒരു പ്രതിഷേധത്തിന്റെ, ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിന്റെ ഒരു ദൃശ്യങ്ങളാണ്. ദേവേഷ് ദലാൽ എന്ന മുസ്ലിങ്ങളുടെ മതവികാരം വ്രണപ്പെടുത്തുന്ന തലത്തിൽ, ദേവേഷ് ദലാൽ എന്നയാൾ മുസ്ലിങ്ങളുടെ മതവികാരം വ്രണപ്പെടുത്തുന്ന തരത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പരാമർശം അദ്ദേഹം പോസ്റ്റ് ചെയ്യുകയുണ്ടായി, ചില അഭിപ്രായങ്ങൾ നടത്തുകയുണ്ടായി. തുടർന്നാണ് ഈ സംഭവം ആരംഭിച്ചത്. താമസിയാതെ ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ധാരാളം മുസ്ലിങ്ങൾ റോഡിലും മാർക്കറ്റിലും തടിച്ചുകൂടി. തെരുവുകളിൽ മാർച്ച് നടത്തുന്നതിനിടയിൽ അവർ ഇസ്ലാമിക മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്നു. തുടർന്ന് അവർ പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിയെ പിടികൂടണം എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെ ഖരാവോ ചെയ്യുകയായിരുന്നു. അതേസമയം രാത്രി 10 മണിയോടെ ഉവൈഷ് ഹുസൈൻ എന്നയാൾ കേസിൽ FIR രജിസ്റ്റർ ചെയ്തു. സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ പോലീസ് ഉടൻ തന്നെ പ്രതി ദേവേഷ് ദാലിനെ അറസ്റ്റ് ചെയ്തു. പ്രതിഷേധക്കാരെ നീക്കാൻ നേരിയ ബലപ്രയോഗവും പോലീസ് നടത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാർക്കറ്റ് അടച്ചുപൂട്ടിയ പോലീസ് അവിടെയുള്ള എല്ലാവരോടും സ്ഥലം വിടാൻ ഉത്തരവിട്ടു. ദലാലിനെ അറസ്റ്റ് ചെയ്ത ശേഷം പ്രതിഷേധക്കാർ ശാന്തരാകുകയും ക്രമേണ പ്രദേശത്ത് നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്തു എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.